നമസ്തേ. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചോ? നന്നായി പഠിച്ചു അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോവാം. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരാണ് പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. എന്തുവാണ്? പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. ജസ്റ്റ് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്, computer also has many parts. Human body il endaka parts anulle? Head, hand, പിന്നെ എന്തൊക്കെയുണ്ട്? ലെഗ്, എക്സെട്ര അല്ലേ? നമുക്ക് ഒരുപാട് പാർട്സ് ഉണ്ട്. അതുപോലെയാണ് കമ്പ്യൂട്ടറിന്. കമ്പ്യൂട്ടറിന് ഒരുപാട് പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ പാർട്സ്? ഏതൊക്കെയാണ്? മോണിറ്റർ, CPU, mouse, keyboard, web camera, microphone, scanner, printer, etc. Okay. അപ്പോൾ ഏതൊക്കെയാണ്? മോണിറ്റർ, CPU, സ്പീക്കർ, കീബോർഡ്, മൗസ്, സ്കാനർ, പ്രിന്റർ, മൈക്രോഫോൺ, വെബ് ക്യാമറ, അങ്ങനെ ഒരുപാട് പാർട്സ് ഉണ്ട്. നമുക്ക് ഓരോ പാർട്സും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, നമ്മൾ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചില്ലേ? പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ തന്നെ നമ്മൾ മെയിൻലി 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, പ്രോസസിംഗ് യൂണിറ്റ്. ഏതൊക്കെയാണ്? ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, പ്രോസസിംഗ് യൂണിറ്റ്. ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാണ്? വിച്ച് ആർ ദ ഇൻപുട്ട് യൂണിറ്റ്സ്? ഡിവൈസസ്. ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? മൗസ്, മൈക്രോഫോൺ, കീബോർഡ്, സ്കാനർ, വെബ് ക്യാമറ. പറഞ്ഞേ. മൗസ്, മൈക്രോഫോൺ, കീബോർഡ്, സ്കാനർ, വെബ് ക്യാമറ. ഓക്കെ, അടുത്തത് ഏതാണ്? നെക്സ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ. പ്രോസസിംഗ് യൂണിറ്റ് ഏതാണ്? CPU. ഇൻപുട്ട് ഡിവൈസ്. വാട്ട് ഡു യു മീൻ ബൈ ഇൻപുട്ട് ഡിവൈസ്? നമുക്കിപ്പോ നമ്മൾ കമ്പ്യൂട്ടർ ഒന്നും എന്ത് ചെയ്യില്ല, അറിഞ്ഞ് ചെയ്യില്ല. നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, അത് ചെയ്യും ഇല്ലേ? കമ്പ്യൂട്ടർ ഓൾവേസ് ഫോളോ അവർ ഇൻസ്ട്രക്ഷൻസ്. ആ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എൻ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസസിനെയാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഇല്ലേ? ഇൻപുട്ട് ഡിവൈസസ് ഹെൽപ്പ് us to enter the instructions to the computer. അപ്പൊ നോക്ക്, മൗസ്, മൈക്രോഫോൺ, നമ്മുടെ സൗണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. കീബോർഡ്, കീ വെച്ച് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. സ്കാനർ, പുറത്തുനിന്നൊരു പേപ്പറോ പ്രിന്റോ എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് സ്കാൻ ചെയ്ത് അതിനകത്തുള്ള ഡേറ്റ കമ്പ്യൂട്ടറിനകത്തേക്ക് മാറ്റാം. വെബ് ക്യാമറയോ എന്ത് ചെയ്യാം? വെബ് ക്യാമറ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പിക്ചർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ഡിവൈസ് ഹെൽപ്പ് us to ഷോ ദ റിസൾട്ട് ഓഫ് ദ ഡേറ്റ അല്ലെ? നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡേറ്റ എന്ത് ചെയ്യും? പ്രോസസ് ചെയ്തതിനു ശേഷം ആഫ്റ്റർ ദ പ്രോസസ് ദീസ് ഡിവൈസസ് ഷോ ടു അസ്. മോണിറ്റർ, നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും ഏത് പിക്ചർ സ്കാൻ ചെയ്ത് കൊടുത്താലും മോണിറ്ററിൽ നമുക്കത് കാണാൻ കഴിയും. പ്രിന്റർ ആണെങ്കിലോ നമുക്കത് ഔട്ട്പുട്ട് പ്രിന്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, സ്പീക്കർ ആണെങ്കിൽ അതിലുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും. അതാണ് ഡേറ്റ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ എന്ത് ചെയ്യുന്നത്? നമ്മൾ എൻ്റർ ചെയ്യുന്നത്. പ്രോസസ്സിന് ശേഷം നമുക്ക് കിട്ടുന്ന റിസൾട്ട് കിട്ടുന്ന ഡിവൈസ് ആണ്, റിസൾട്ട് നമുക്ക് തരുന്ന ഡിവൈസ് ആണ് ഔട്ട്പുട്ട് ഡിവൈസ്. പ്രോസസിംഗ് യൂണിറ്റോ, നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്താലും അത് പ്രോസസ് ചെയ്യുന്നത്, അത് നടക്കുന്നത് അതിനകത്ത് വെച്ച്, കമ്പ്യൂട്ടറിന് അകത്ത് വെച്ച് ഒരു പ്രത്യേക യൂണിറ്റിലാണ്. അതാണ് പ്രോസസിംഗ് യൂണിറ്റ്. പ്രോസസിംഗ് യൂണിറ്റ് ഏതാണ്? CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. നമുക്ക് ഇനി ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, മൗസ് ഈസ് എ ഡിവൈസ്. ഇതാണ്
mouse. Mouse is a device which is used to give instruction to the computer. It is used to give instruction to the computer. അപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് യൂണിറ്റിൽ ഫസ്റ്റ് ഏതാണ്? മൗസ്. മൗസിന് ഇറ്റ് ഹാസ് 2 ബട്ടൺ. ഓക്കെ, 2 ഫസ്റ്റ് ലെഫ്റ്റ് ബട്ടൺ ആൻഡ് റൈറ്റ് ബട്ടൺ. നമ്മൾ കാണുമ്പോൾ 2 ബട്ടൺസേ ഉള്ളൂ. പക്ഷേ കണ്ടോ, സ്ക്രോൾ വീൽ ഇതും ബട്ടന്റെ കൂട്ടത്തിൽ പെടുത്തുന്നത്. അങ്ങനെ ആക്ച്വലി മൗസ് ഹാസ് 3 buttons. Okay, mouse has 3 buttons. Which are they? Left button, right button, scroll button or scroll wheel. Okay, 3 buttons ആണ് ഇതിനകത്ത് ഉള്ളത്. We have to place the mouse on a flat surface, അല്ലേ? Such as a mouse pad or desk. ഒന്നുകിൽ എന്ത് ചെയ്യും, ഈ മൗസ് പാഡിന്റെ പുറത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഡെസ്കിന്റെ പുറത്തും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മൗസ് യൂസ് ചെയ്യാം. ഇതൊരു പോയിന്റർ ഡിവൈസ് ആണ്. മൗസ് ഈസ് എ പോയിന്റർ ഡിവൈസ്. As we move the mouse, the pointer on the screen moves in that same manner. നമ്മൾ മൗസ് ഇങ്ങനെ അനക്കുന്നതിനനുസരിച്ച് സ്ക്രീനിലും അതിന്റെ പോയിന്റർ അനങ്ങുന്നതായിരിക്കും. ഈ പോയിന്റർ ലുക്സ് ലൈക്ക് ആൻ ആരോ. ലുക്സ് ലൈക്ക് ആൻ ആരോ. പോയിന്റർ ഓൺ ദ സ്ക്രീൻ ലുക്സ് ലൈക്ക് ആൻ ആരോ. ഓക്കെ, നെക്സ്റ്റ് മൈക്രോഫോൺ. Microphone is similar to a mic through which we speak when we are speaking to a large number of people. ഇല്ലേ, ഒരു ജസ്റ്റ് ഒരു മൈക്ക് പോലെയാണ് ഈ മൈക്രോഫോൺ ഇരിക്കുന്നത്. മൈക്ക് പോലെയാണ് ഈ മൈക്രോഫോൺ ഇരിക്കുന്നത്. ഇറ്റ് ഹെൽപ്പ് us in voice chat. വോയിസ് ചാറ്റിന് ഉപയോഗിക്കുന്ന ഏതാണ്? മൈക്രോഫോൺ. ആൻഡ് ടു റെക്കോർഡ് അവർ ഓൺ വോയിസ് ഓൺ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ അവർ ഓൺ വോയിസ്, നമ്മുടെ സ്വന്തം വോയിസ് സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാനും മൈക്രോഫോൺ യൂസ് ചെയ്യും. മൈക്രോഫോൺ സിമിലർ ടു എ മൈക്ക് ഇല്ലേ. ദിസ് ഹെൽപ്പ് us in voice chat. വോയിസ് ചാറ്റിനും റെക്കോർഡ് അവർ ഓൺ വോയിസ്, നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യാനും മൈക്രോഫോൺ യൂസ് ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ ഇൻപുട്ട് ഡിവൈസ് കഴിഞ്ഞു. നമുക്ക് അടുത്തതിലോട്ട് പോവാം. കീബോർഡ്. ഇൻ ദ calculator, the keyboard is used to enter information. Similarly, in computers, we use the keyboard to enter information. നമ്മൾ കാൽക്കുലേറ്ററിൽ കീപാഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻഫോർമേഷൻ എൻട്രി ചെയ്യാനാണ്. ഇപ്പൊ 2 + 3 = 2 എന്നറിയണമെങ്കിൽ നമ്മൾ 2ഉം പ്ലസും 3യും എൻ്റർ ചെയ്ത് കൊടുക്കണം അല്ലേ. അതുപോലെയാണ് കമ്പ്യൂട്ടറിൽ ഇൻഫർമേഷൻ എൻ്റർ ചെയ്യാൻ വേണ്ടി കീബോർഡ് യൂസ് ചെയ്യും. കീബോർഡ് ഈസ് എ ഇൻപുട്ട് ഡിവൈസ് which has many keys. Okay, many keys. These are keys for entering number and alphabet. Number keys ആണ് ഇവിടെ. Number keys. ഇത്രയും ആൽഫബറ്റിക്കൽ കീസ്. ആൽഫബറ്റ്സ് കീയും ഇവിടെ നമ്പർ കീ. നമ്പർ കീയെ നമ്മൾ ന്യൂമറിക്കൽ കീ എന്നും പറയും. Okay, there are other keys for entering different symbols. Different symbols ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ മാർക്ക്, കോമ, സെമികോളൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ. കണ്ടോ, ഇതെല്ലാം സ്പെഷ്യൽ സിമ്പിൾ കീസ് ആണ്. ഓക്കെ, ഇതാണ് കീബോർഡ്. Scanner is a device used to convert hard copies of object or images into digital images on the computer. സ്കാനറിന്റെ പ്രത്യേകത എന്തുവാണ്? സ്കാനർ കൺവേർട്ട് ചെയ്യും
ഹാർഡ് കോപ്പിയെ ഡിജിറ്റൽ ഇമേജ് ആക്കി മാറ്റും, ഡിജിറ്റൽ കോപ്പിയാക്കി മാറ്റും. എന്തുവാണ്? കൺവേർട്ട് ഹാർഡ് കോപ്പീസ് ഓഫ് ഒബ്ജക്ട്സ്, ഹാർഡ് കോപ്പീസ് ഓഫ് ഒബ്ജക്റ്റ് ഓർ ഇമേജസ് ഇൻടു ഡിജിറ്റൽ ഇമേജസ് ഓൺ ദ കമ്പ്യൂട്ടർ. നമ്മളൊരു പിക്ചർ സ്കാനറിൽ ഇവിടെ വെച്ച് സ്കാൻ ചെയ്യാൻ കൊടുത്താൽ നമ്മൾ കൊടുക്കുന്ന പേപ്പറിൽ ഉണ്ടാവുന്ന ആ പിക്ചർ, അതിനെ പറയുന്ന പേരാണ് ഹാർഡ് കോപ്പി. നമ്മൾ പേപ്പറിൽ കാണുന്ന പിക്ചറിനെയാണ് ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. ഈ ഹാർഡ് കോപ്പിയെ സ്കാനറിൽ വെച്ച് കമ്പ്യൂട്ടറിലോട്ട് മാറ്റുമ്പോൾ അത് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിജിറ്റൽ ഇമേജ് ആയിട്ടാണ്. അപ്പം സ്കാനർ എപ്പോഴും ഹാർഡ് കോപ്പിയെ ഡിജിറ്റൽ കോപ്പിയാക്കി മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? ദീസ് ഇമേജസ് ക്യാൻ ബി സേവ്ഡ് ആൻഡ് എഡിറ്റഡ് ഓൺ ദ കമ്പ്യൂട്ടർ. നമുക്ക് കമ്പ്യൂട്ടറിൽ വെച്ച് ഇതിനെ സേവ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കഴിയും. ഓക്കെ, അപ്പം ഇതിന്റെ പ്രത്യേകത എന്തുവാണ്? പ്രിന്ററിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത്. ഹാർഡ് കോപ്പിയെ ഡിജിറ്റൽ ഇമേജിലോട്ട് അല്ലെ ഡിജിറ്റൽ കോപ്പിയിലേക്ക് മാറ്റും. നെക്സ്റ്റ്, വെബ് ക്യാമറ. Web camera is a device used to capture photographs and videos just like a normal camera. Web camera is a input device used to capture photographs and videos. ഇത് ഫോട്ടോഗ്രാഫ്സും വീഡിയോസും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് എ നോർമൽ ക്യാമറ, നമ്മുടെ സാധാരണ ഒരു ക്യാമറ പോലെ. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ കമ്പ്യൂട്ടർ. It is attached to the computer. It is widely used for video chatting, and webcam captures our images while chatting and display it to the other user. നമ്മൾ ഇതില് ഈ വെബ്കാം എന്ത് ചെയ്യും? അവർ ഇമേജസ് അല്ല, നമ്മുടെ ഇമേജസ് ക്യാപ്ചർ ചെയ്തിട്ട് ആർക്ക് കൊടുക്കും? അതർ യൂസറിന് കാണിച്ചു കൊടുക്കും. അങ്ങനെയല്ലേ നമുക്ക് വീഡിയോ ചാറ്റ് ചെയ്യാൻ പറ്റൂ? ഓക്കെ, വീഡിയോ ചാറ്റിന് വേണ്ടിയാണ് ഈ വെബ് ക്യാമറ യൂസ് ചെയ്യണത്. ഇത് എന്തുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? അറ്റാച്ച് ടു ദ കമ്പ്യൂട്ടർ. ദിസ് ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ടു ക്യാപ്ചർ ഫോട്ടോഗ്രാഫ്സ് ആൻഡ് വീഡിയോസ്. to capture videos and photographs. This input device used to capture photographs and videos just like a normal camera. It is widely used for video chatting. Widely used for video chatting. Okay. Next, output devices. നമ്മൾ input devices ഒക്കെ നോക്കി കഴിഞ്ഞു. അടുത്ത് output devices. Output devices are used to display the result. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഔട്ട്പുട്ട് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഡിവൈസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഡിസ്പ്ലേ ദ റിസൾട്ട് ഓർ ഔട്ട്പുട്ട് പ്രൊവൈഡഡ് ബൈ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഔട്ട്പുട്ട് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഏതാണ്? മോണിറ്റർ. മോണിറ്റർ ലുക്സ് ലൈക്ക് എ TV screen. Monitor looks like a TV screen. It is a device on which we can see and receive the output provided by the computer. നമുക്ക് കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട്പുട്ട് കാണാനും നമുക്കത് മനസ്സിലാക്കാനും TV സ്ക്രീൻ പോലിരിക്കുന്ന ഈ മോണിറ്റർ ഹെൽപ്പ് ചെയ്യും അല്ലേ? Monitors are available in different shapes and size. Different shapes and size. Monitor available ആണ്. The most common monitors available today are LCD monitors. ഇപ്പോൾ കൂടുതലായും കാണപ്പെടുന്ന മോണിറ്ററിന്റെ പേരാണ് LCD monitors. ഇതാണ് LCD monitor. Next, printers. Printer is a എന്ത് ഡിവൈസ് ആണ്? ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ? ഔട്ട്പുട്ട് ഡിവൈസ്. വിച്ച് വി ക്യാൻ റിസീവ് ദ ഔട്ട്പുട്ട് ഓഫ് വേരിയസ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ കൊടുക്കുന്ന
ഇൻസ്ട്രക്ഷൻസിന്റെ ഔട്ട്പുട്ട് സ്വീകരിക്കാനാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ആ ഇൻസ്ട്രക്ഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന റിസൾട്ട് സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്റർ. ദ പ്രിന്റർ ഗീവ്സ് ദ ഹാർഡ് കോപ്പി ഓഫ് ദ ഡേറ്റ. ഹാർഡ് കോപ്പി ഓഫ് ദ ഡേറ്റ. സ്കാനർ ആണെങ്കിലോ ഹാർഡ് കോപ്പിയെ ഡിജിറ്റൽ കോപ്പിയാക്കി മാറ്റുമ്പോൾ ഈ പ്രിന്റർ എന്ത് ചെയ്യും? ഡിജിറ്റൽ കോപ്പിയെ നമുക്ക് ഹാർഡ് കോപ്പിയാക്കി തരും. എവിടെയാണ് ഹാർഡ് കോപ്പി കിട്ടുന്നത്? ഓൺ എ പേപ്പർ. ദിസ് കോപ്പി ഈസ് കോൾഡ് പ്രിന്റ് ഔട്ട്. എന്താണ് പ്രിന്റ് ഔട്ട്? ദ പ്രിന്റർ ഗീവ്സ് എ ഹാർഡ് കോപ്പി ഓഫ് ദ ഡേറ്റ ദാറ്റ് ഈസ് ഓൺ ദ കമ്പ്യൂട്ടർ ഓൺ എ പേപ്പർ. The printer gives a hard copy of the data that is on the computer on a paper. This copy is called printout. Hard copy ആണ് printout. Okay. Thus, it helps us by providing information printed on a paper. Okay. Next. സ്പീക്കേഴ്സ്. സ്പീക്കർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് അല്ലേ? നമ്മൾ പഠിച്ചു നേരത്തെ. സ്പീക്കർ ഔട്ട്പുട്ട് ഡിവൈസിന്റെ ലിസ്റ്റിലുള്ളതാണ്. വി ക്യാൻ ഹിയർ എനി സൗണ്ട് മെയ്ഡ് ബൈ ദ കമ്പ്യൂട്ടർ. നമുക്ക് എന്ത് ചെയ്യാം? കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന എന്ത് സൗണ്ടും നമുക്ക് സ്പീക്കറിലൂടെ കേൾക്കാം. വി ക്യാൻ ഹിയർ എനി സൗണ്ട് മെയ്ഡ് ബൈ ദ കമ്പ്യൂട്ടർ യൂസിങ് സ്പീക്കേഴ്സ്. ഈ സ്പീക്കേഴ്സ് എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? കണക്റ്റഡ് ടു computer. We can listen to song, warning messages and people talking over the speakers. Okay. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? We can listen to songs, warning messages and people talking over the speakers. അതാണ് സ്പീക്കറിന്റെ യൂസ്. ലാസ്റ്റ് ടോപ്പിക് ഏതാണ്? പ്രോസസ്സിംഗ് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് കഴിഞ്ഞു, ഔട്ട്പുട്ട് ഡിവൈസ് കഴിഞ്ഞു, പ്രോസസ്സിംഗ് ഡിവൈസ്. പ്രോസസ്സിംഗ് ഡിവൈസിൽ നമ്മൾ ഒന്നേ പഠിച്ചോളൂ, CPU. CPU means the central processing unit. CPU means the central processing unit. One of the main part of the computer is CPU. CPU is the brain of the computer. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ഏതാണ്? CPU. നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കും നിയന്ത്രിക്കുന്നതും അതിനെ ശരിയായ രീതിയിൽ നടത്തുന്നതും നമ്മുടെ ബ്രെയിനാണ് അല്ലേ? അതുപോലെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് CPU. The input given by the user to the computer is processed by the computer and thus the computer provides the user with an output. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് ആക്കി തരുന്നത് ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ദ വർക്ക് ഓഫ് പ്രോസസ്സിംഗ് ഈസ് ഡൺ ബൈ ദ CPU. Done by the CPU. Processing done by the CPU. CPU is found inside the CPU cabinet. CPU ഇതാണ് അതിന്റെ ബ്രെയിൻ. ഈ CPU നമുക്ക് കാണാൻ കഴിയുന്നത് ഫൗണ്ട് ഇൻസൈഡ് ദ CPU cabinet. The CPU cabinet consists of many other components. We will learn about this in the later chapters. Okay. നമ്മുടെ ഈ CPU ക്യാബിനറ്റിനകത്ത് CPU മാത്രമല്ല ഒരുപാട് വേറെയും കോമ്പോണൻസ് ഉണ്ട്. നമുക്കതിനെ പറ്റിയൊക്കെ നമുക്ക് ലേറ്റർ ചാപ്റ്റേഴ്സിൽ പഠിക്കാം. ഓക്കെ. ഇപ്പം നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സിംഗ് ഡിവൈസിനെ പറ്റി ഈ അധ്യായത്തിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചു. ഓക്കെ. വായിച്ചു നോക്കുക. 5 ടൈംസ് വായിക്കണം. പാരൻസിനെ കൊണ്ട് സൈൻ വാങ്ങി വെക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാണ് എൻ്റെ നമ്പർ, സേവ് ചെയ്തിട്ടിട്ട് വാട്സപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമസ്തേ.